ഇപ്പോൾ തെന്നിന്ത്യൻ താരസുന്ദരി സ്വന്തമായിട്ട് ബ്യൂട്ടി ബ്രാൻഡ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്രാൻഡൊക്കെ ഓൺ ചെയ്യുന്ന സാക്ഷാൽ നയൻതാര. ഈ നയൻതാരയെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തത് മാഡം ആണെന്ന് കേട്ടിട്ടുണ്ട്, അതായത് ആങ്കറിങ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നയൻതാര ബ്യൂട്ടി ടിപ്സ് മാമിനോട് വിളിച്ച് ചോദിക്കാറുണ്ട് വിസ്മയത്തുമ്പത്തിൻ്റെ സമയത്തെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ അനുഭവം എങ്ങനെയാണ്? നയൻതാര ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊച്ചു. എന്നാൽ തിരുവല്ലയിലാണ്, കോടിയാട്ട് എന്ന് പറയുന്ന ഫാമിലിയിലാണ്. എൻ്റെ അമ്മയുടെ വീടും തിരുവല്ലയിലാണ്. അപ്പോൾ നയൻതാര അമ്മയും കൂടെ ആദ്യം സൂര്യ ടി വിക്കാരെ എന്നോട് വിളിച്ച് പറഞ്ഞു അവർക്കൊരു ആങ്കറിനെ ഒന്ന് ഒരുക്കി കൊടുക്കണം. അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ പേരൊക്കെ അതിൻ്റെ അകത്ത് ഇന്ന ആൾ ഒരുക്കി തന്നു എന്നൊന്ന് കാണിക്കും. അതാണ് നമുക്കത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് നയൻതാര വന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം മിക്കവാറും ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വന്ന് കുറച്ച് അങ്ങനെ കുറേ പ്രാവശ്യം വന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരുക്കി കൊടുത്ത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനെന്ന് വെച്ചാൽ മാഗസീനിൽ എൻ്റെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ ചുമ്മാ ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഇടുമായിരുന്നു. അവരെ ഒരുക്കി ബ്രൈഡിനെ പോലെ ഒരുക്കി കാണിക്കുമായിരുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് ഞാൻ നയൻതാരെ ഒരു വൈറ്റ് സാരിയിലൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിലുണ്ട്, ആൽബത്തിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നെറ്റൊക്കെ വെച്ച് ക്രൗണൊക്കെ വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര നല്ലൊരു കൊച്ചാണ്. അതും വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അവസാനം വരെ അത് സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ, വളരെ സിമ്പിൾ. ഞാനിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറയുന്നില്ല, ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി നല്ലൊരു കൊച്ചാണ് നയൻതാരയുടെ അമ്മയും ഒരു ബ്രദറ് വെളിയിലാണ്. നല്ലൊരിതാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്യൂട്ടിയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, മുടി എല്ലാവരുടെയും ഒരു ആശങ്കയാണ്. ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഓക്കെ, കേളി ഹെയർ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രെയിറ്റ് ചെയ്യാം, കെരാറ്റിൻ ചെയ്യാം, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റി ചെയ്യാം, കുറേ സംഗതികൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു കേളി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റഡ് ഹെയർ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ? നമ്മൾ ഏറ്റവും നോക്കേണ്ടത്, ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാം, ഏറ്റവും കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റ് വേണം ഉപയോഗിക്കാൻ. കാരണം കെമിക്കൽ കൂടുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കത് എന്തായാലും അന്നേരത്തേക്ക് ചെയ്തു തരുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കും. പിന്നെ അതിൻ്റെ ദോഷം ഭയങ്കരമായിട്ടായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ടുണ്ട്, ആഫ്റ്റർ കെയർ ഉണ്ട്. അതും കൂടെ ഒന്ന് സൂക്ഷിക്കണം. കാരണം കുറച്ച് ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തലമുടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സാറ്റിൻ പില്ലോയിൽ തല ഉപയോഗിക്കുക, മുടി വെച്ച് കിടക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ കണ്ടീഷണർ ഇടുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം അങ്ങനെ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ബോട്ടോക്സ് ചെയ്യാനായിട്ടാണ്. ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത് MK ബോട്ടോക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിലേറ്റവും കെമിക്കൽ കുറവായിട്ടുള്ളതാണ്. അതാകുമ്പോൾ നമുക്കിപ്പം ഭയങ്കര കളേർഡ്, ചിലർ വരും മുടി ഭയങ്കര കളേർഡായിട്ട്, ചിലപ്പം ഈ പ്രീ ബ്ലീച്ചൊക്കെ ചെയ്ത് ലൈറ്റൻ ചെയ്തിട്ട് കളർ ചെയ്തിട്ട് വരുന്ന മുടി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള വേറെ എല്ലാം സ്ട്രെയിറ്റനിങ് പ്രോഡക്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരുടെ മുടി ഇങ്ങനെ പറഞ്ഞിങ്ങ് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ബയോട്ടിൻ ട്രീറ്റ്മെൻറ്റും അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരെന്ന് പറഞ്ഞാൽ 7-8 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നവർ പുറത്തുനിന്ന്. ഇപ്പോഴും കാനഡയിൽ നിന്ന് ഒരാൾ ഇന്നും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് സെപ്റ്റംബറിൽ വരാനായിട്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് പേര്. കാരണം ഞാൻ മനസ്സിലെപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഇത്രയും 38 വർഷം കഴിഞ്ഞ് 40 വർഷമാകാൻ പോകുന്നു. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേര് കളയാതെ അത് നിലനിർത്തിക്കൊണ്ട് പോകാം. പിന്നെ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ തലമുടിയിൽ ഞങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആര് കൊണ്ടുവന്നാലും ഞാൻ പറയും, ചുമ്മാ ഇത് ഇച്ചിരൂടെ വില കുറവാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാം ഇതല്ലേ ലാഭം. നമ്മൾ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ അല്ല. നമ്മളൊരു ക്ലയൻറ്റിന് ചെയ്ത് ഒരു പ്രാവശ്യം അവർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരുടെ മുടിയും പറഞ്ഞ് അവർക്ക് വിഷമമായി കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു വരുമോ? ഒരിക്കലും വരത്തില്ല. അപ്പം നമ്മൾ ഏറ്റവും മാക്സിമം നല്ലത് ചെയ്തു കൊടുക്കാം. പിന്നെ വരുന്നവരോട് ഞാൻ പറയും, നമുക്ക് ഇപ്പോൾ മുടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യുക. അല്ല എന്തെങ്കിലും പോയി തൽക്കാലത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നത്തെ വിഷമമായി പോകും. ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ എത്ര ഫ്രീക്വൻസിയിൽ തുടർന്ന് ചെയ്യേണ്ടി വരും? ഞാൻ പറഞ്ഞത് ഒരു 8 മാസമെങ്കിലും കഴിയാതെ പിന്നെ ചെയ്യരുത്. ഒരു ഗ്യാപ്പ് വെക്കണം. എത്ര പറഞ്ഞാലും ഇപ്പം റീടച്ച് എന്ന് പറഞ്ഞാലും റീടച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ ഇപ്പുറത്തോട്ടൊക്കെ വരത്തില്ല നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും. അതുകൊണ്ട് എന്തായാലും ഒരു 8 മാസമെങ്കിലും ഒരു ഗ്യാപ്പ്. ഈയിടെ ഞാനൊരു ബ്രൈഡിനെ ഒരുക്കി, അത് വേറെ എവിടെയാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചിൻ്റെ മുടി മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് അത് എനിക്ക് വലിയ പാടായിരുന്നു എൻ്റെ തലമുടി കെട്ടാനായിട്ട്. എന്നിട്ട് ആ കൊച്ചി എന്നോട് ചോദിച്ചു, ഇപ്പം തന്നെ ചെയ്യാമോ? ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല മോളെ, ഒരു വർഷം കഴിഞ്ഞിട്ട് പോകണ്ട മുടിയിൽ, എന്നിട്ട് ഞാൻ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞു.
അതുപോലെ മുടിയിലെ മറ്റൊരു ഭയങ്കര ആശങ്കയാണ് താരൻ്റെ പ്രശ്നം. അപ്പോൾ പെട്ടെന്നൊരു താരനൊരു ഹാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? താരന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം പലതരത്തിൽ താരനം വരും. ഡ്രൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ഒലിവ് ഓയിലും കൂടെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണെങ്കിലും മതി, നല്ലപോലെ ചെറുതായിട്ട് ചൂടാക്കി സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങ് മാറിക്കോളും. പിന്നെ ചിലവർക്ക് ഓയിലി ആയിട്ടുള്ളവർക്ക് വരും. ഓയിലി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഏതെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു മേടിച്ച് നമ്മളൊരു ആഴ്ചയിലൊരു ദിവസം വെച്ച് തേച്ച് 1.5 ദിവസം ആദ്യം തേക്കണം, ഒരാഴ്ച. പിന്നത്തെ ആഴ്ചയിലൊരു ദിവസം ആക്കണം. പിന്നെ അത് 2 ആഴ്ചയിലൊരിക്കൽ ആക്കണം. പിന്നെ അപ്പോഴത്തേത് കുറഞ്ഞ് നമ്മളത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വരുമ്പം അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ, ഈ ഷാമ്പു എപ്പോഴും സ്കാൽപ്പിൽ വേണം തേക്കാനായിട്ട്, അല്ലാണ്ട് മുടിയിലല്ല. സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് കുറച്ച് നേരം ഒന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. മുടിയിലോട്ടെന്ന് പറഞ്ഞാൽ മിഡ് ലെങ്ത് ടു എൻഡ് വരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടീഷണർ ഇടുക. ഈ ഷാമ്പു ഉപയോഗിച്ചാൽ കണ്ടീഷണർ നിർബന്ധമാണോ? കണ്ടീഷണർ ഇടുന്നതാണ് നല്ലത്. കാരണം ചില ഷാമ്പു ഒക്കെ മുടി ഭയങ്കര ഡ്രൈ ആക്കും. ഈ ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോഴും സൾഫേറ്റ് ഫ്രീ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. പാരഫിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ.